ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു. അത്തരമൊരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി. യൂറോപ്പ് മാറി. കാര്യം എന്താ? അല്ലാഹു ഒരു ആയത്ത് പറഞ്ഞാൽ അന്ധമായതിനെ അനുകരിക്കരുത്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായതിനെ അനുകരിക്കരുത്. കാര്യം അന്ധമായ അനുകരണം എന്നുള്ളത് ഏറ്റവും വലിയ വൈകൃതമാണ്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായി അനുകരിക്കരുത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ശരിയാണോ? പടച്ചോൻ പറഞ്ഞത് ശരിയാണോ, റെഡിയാണോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ബുദ്ധി കൂടി അതിൻ്റെ അകത്ത് ഉപയോഗിക്കണം. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, റബ്ബൊരു കാര്യം പറഞ്ഞാൽ അത് പടച്ചോൻ പറഞ്ഞത് ശരിയാണോ? ഇനി പടച്ചോൻ എവിടെയെങ്കിലും പാളിയോ, അള്ളക്ക് എവിടെയെങ്കിലും പാളിയോ എന്ന് ചിന്തിക്കണം. അതിന് ഖുർആനിൽ ആയത്തുണ്ട്. ആയത്ത് ഓതുകയാണ്. ഏതായത്ത്? നമുക്കെല്ലാവർക്കും അറിയാം. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. ഒരു സുമ്മും ഉമ്യാനും കണ്ടോടെ? ഒരു സുമ്മും ഒരു ഉമ്യാനും കണ്ടു. അപ്പോ അതിന്റെ അർത്ഥം അന്ധമായി അള്ളാന്റെ ആയത്തിനെ സ്വീകരിക്കരുത് എന്നാ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ആ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞു അതിനെതിരാണ് ഈ പറയുന്നത്. റബ്ബ് എന്ത് പറഞ്ഞു അതിന് നേരെ എതിരാണ് പറയുന്നത്. എന്താ അവിടെ ഖുർആൻ പറഞ്ഞു? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവൻ അതിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അതല്ല, നേരെ എതിരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞത് നേരെ എതിരാണ്. ഈ പറഞ്ഞതിന് നേരെ എതിരാണ് ആ ആയത്തിലുള്ളത്. ആ ആയത്തിന്റെ ആശയം ഈ പറഞ്ഞ ആശയത്തിന് നേരെ എതിരാണ്. ഒരു മനുഷ്യൻ കാഫിറാകുന്ന, കുഫറിൽ അകപ്പെട്ടു പോകുന്ന കലിമത്താണ് ആ പറഞ്ഞത്. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായി അതിനെ അനുകരിക്കാൻ പാടില്ല, അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. കാരണം അല്ലാഹ് പടച്ച ബുദ്ധിയാ നമുക്കുള്ളത്. അല്ലാഹ് തന്ന ബുദ്ധിയെ നമുക്കുള്ളൂ. അല്ലാഹ് പടച്ച ബുദ്ധിയെ നമുക്കുള്ളൂ. നമ്മുടെ ബുദ്ധിയെ പടച്ചവനാണ് വിശുദ്ധമായ കലാം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഓരോ ആയത്തുകളും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് അലീമാണ്, ആ റബ്ബ് ഹക്കീമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുപറ്റുക എന്ന് പറയുന്ന സംഭവം തന്നെയില്ല. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഈ ചീളു മനുഷ്യൻ അല്ലാഹ് പറഞ്ഞ കലിമത്തിൽ ഗവേഷണം നടത്തിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നവന്റെ ബുദ്ധിയുടെ മൂശയിലിട്ട് കറക്കി സ്വീകരിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല.